Hi DSK Plateau, this is me, your friend Selvakumar. ബഹിരാകാശ സെഞ്ചുറികളായ സുനിത വില്യംസ് അതുപോലെ തന്നെ ബുച്ച് വെൽമറും കഴിഞ്ഞ 2024 ആക്ച്വലി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. ബട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് തിരികെ വരാനായിട്ട് കഴിഞ്ഞില്ല. 9 ദിവസമായിരുന്നു ട്രിപ്പ് എങ്കിലും ഏകദേശം 8 മാസം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഫ്ലോറിഡ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന കടൽ തീരത്തേക്ക് വന്നിട്ട് ഇറങ്ങിയത്. അങ്ങനെ അവർ ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും, അതിന് ഏത് രാജ്യക്കാരായാലും നമുക്ക് ഏവർക്കും അഭിമാനിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത് സയൻസിന്റെ വികാസമാണ്, മനുഷ്യന്റെയും വികാസമാണ്. ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രസന്റ് ലൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അംഗമാവുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഒരു വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നമുക്ക് ഏവർക്കും അറിയുന്നതാണ് ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള സുനിത വില്യംസും ബച്ച് വിൽമറും 2024 ജൂൺ 5 പൊതുവെ യു എസിലെ നാസ എന്ന് പറയുന്നത് യു എസിന്റെ ഒരു സ്പേസ് റിസർച്ച് സെന്ററാണ്. അവിടെ നിന്നാണ് പലപ്പോഴും ഈ റോക്കറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവര് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര പോവുകയാണ്. ജസ്റ്റ് ഫോർ 9 ഡേ ട്രിപ്പാണത്. അപ്പോൾ ഇവർ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിങ് എന്ന് പറയുന്ന ഒരു പേടകത്തിലൂടെയാണ് ആക്ച്വലി പോകുന്നത്. ബോയിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കേട്ട് കാണും, ഒരു ഫ്ലൈറ്റിന്റെ പേരും കൂടിയാണ് ബോയിങ് എന്ന് പറയുന്നത്. യെസ്, ആ ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇവർ പോകുന്ന കമ്പനി, അതായത് ബോയിങ് കമ്പനി, ഈ പേടകം എന്ന് പറയുന്നത് ഇവർ പോകുമ്പോൾ തന്നെ ഈ പേടകത്തിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് നാസയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പേടകം എന്ന രീതിയിലാണ് പലപ്പോഴും നമുക്ക് വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ അവർ സ്പേസ് സ്റ്റേഷനിലേക്ക് എന്തായാലും ആപത്ത് കൂടാതെ തന്നെ അവർക്ക് എത്താനായിട്ട് കഴിഞ്ഞു. ബട്ട് തിരിച്ചു വരുമ്പോൾ അത് പറ്റില്ല എന്നാണ് നാസ കണ്ടെത്തുന്നത്. അങ്ങനെ ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള സുനിത വില്യംസിനും അതുപോലെ തന്നെ ബുച്ച് വിൽമർ ആൻഡ് ടീമിനും സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും US ഗവൺമെന്റ് ഇവരെ എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുകയും വീണ്ടും ബോയിങ് കമ്പനിക്ക് നിർദ്ദേശം നൽകുകയാണ് ഇവരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു പേടകം, അതായത് വെഹിക്കിൾ റെഡിയാക്കുന്നതിന്. എന്നാൽ ഈ ഒരു വെഹിക്കിൾ റെഡിയാക്കാനായിട്ട് ബോയിങ് കമ്പനിക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബിസിനസ്മാൻ ആൻഡ് മില്യനർ ആയിട്ടുള്ള ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന സ്ഥാപനത്തിലേക്ക് ഈ മിഷൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ഈ അടുത്ത കാലത്ത് സ്പേസ് എക്സിന്റെ സഹായത്തോടു കൂടി നാസ വീണ്ടും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വെഹിക്കിൾ ഇവരെ കൊണ്ടുവരുന്നതിനായിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. സോ ഒന്നില്ല, സിമ്പിളാണ്. അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പ്രത്യേകിച്ചും ഈ സ്പേസ് റിസർച്ചും മറ്റ് സ്റ്റഡീസും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ തോറും ഓരോ ടീമും പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്ക, റഷ്യ, കാനഡ, യൂറോപ്പ് ആൻഡ് ജപ്പാൻ ഈ തുടങ്ങിയ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് 1998 ആക്ച്വലി നിർമ്മിച്ചിരിക്കുന്നത് ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ രാജ്യമായിട്ടുള്ള ചൈനയ്ക്കും സ്വന്തമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നമ്മൾ ISS-ലേക്ക് തിരിച്ചു അവിടെ കുടുങ്ങിക്കിടന്ന നമ്മുടെ സുനിത വില്യംസും അതുപോലെ തന്നെ ബുച്ച് വിൽമർ ആൻഡ് ടീമും ഇന്നലെ മറ്റേ ഡ്രാഗൺ ക്യാപ്സ്യൂൾ മുഖേന ഭൂമിയിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു. ഏകദേശം 17 മണിക്കൂറോളമാണ് ആക്ച്വലി അവിടെ നിന്ന് യാത്ര ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതില് ശൂന്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അപകടം കുറവ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ബട്ട് അതേ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് പൊതുവെ ഈ വായു മുഖേന പലതരത്തിലുള്ള ഘർഷണത്തിന് വിധേയമാകുന്നതും പേടകം. അങ്ങനെ ഹീറ്റ് കൂടും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ ഹീറ്റ് ഉണ്ടാകുന്നത് ഏകദേശം 3000 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയും സ്പീഡിലാണ് അന്തരീക്ഷത്തിലേക്ക് എൻ്റർ ആകുന്നത് ഭൂമിയുടെ. അതുകൊണ്ടാണ് ആ ഒരു ഘട്ടം മാത്രം വളരെ ഡേഞ്ചർ ആയിട്ടാണ് പൊതുവെ ശാസ്ത്ര ലോകം ഈ സ്പേസ് ട്രാവലിന്റെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ പുലർച്ചെ 3:30 മണിക്ക് ഇന്ത്യൻ സമയം ഫ്ലോറിഡ കടൽ തീരം അല്ലെങ്കിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയും, അവിടെ ഈ ഡ്രാഗൺ ക്യാപ്സൂൾ വന്നിട്ട് സ്പ്ലാഷ് ഡൗൺ ആവുകയാണ്. തുടർന്ന് റെസ്ക്യൂ ടീം അവിടെ എത്തുകയും അവരെ പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ ഒരു 45 ദിവസത്തെ ക്വാറന്റൈൻ വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ് അത് കൃത്യമായിട്ട് നൽകലാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രാഗൺ ക്യാപ്സൂൾ ഇറങ്ങുന്ന സമയത്ത് ഈ പാരഷൂട്ട് വിടർന്നു വരുന്നതും പിന്നെ ഇത് ഇറങ്ങിയതിന് ശേഷം ഡോൾഫിൻ ചാടുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു നല്ല രസമാണ് ആ ഒരു സീൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വാർത്ത കിട്ടിയതിന് ശേഷം ലോകം ഫുള്ളും തീർച്ചയായിട്ടും ഹാപ്പിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വാർത്ത സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലടക്കം ഒരു ഗ്രാമത്തിൽ പ്രാർത്ഥനയും അതുപോലെ തന്നെ പടക്കമൊക്കെ പൊട്ടിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിത വില്യംസിന്റെ പൂർവിക നാട് ആണ് പോലും ഗുജറാത്ത്. അതായത് സുനിത വില്യംസിന്റെ അച്ഛൻ ജനിച്ച നാടാണ്. അപ്പൊ അവിടെ നിന്ന് 1960-കളിലാണ് ആക്ച്വലി അമേരിക്കയിൽ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോയിട്ട് അതായത് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ സ്ലോവേനിയൻ വംശജയിൽപ്പെട്ട ബോണി എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുകയും പിന്നീടാണ് ആക്ച്വലി സുനിത വില്യംസ് ജനിക്കുന്നത്. ഇങ്ങനെ സുനിത വില്യംസ് ജനിക്കുകയും അവിടെ US-ലാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. പിന്നെ ഇദ്ദേഹം സ്പേസ് സ്റ്റഡി അതുമായിട്ട് പഠിക്കുന്നതിന് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഈ സ്പേസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ഫോഴ്സുകൾ പ്രത്യേകിച്ച് മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഒരു പൈലറ്റാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിവിധ പദ്ധതികളിലും ലീഡ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റഷ്യയിലെ ഈ സ്പേസ് ഏജൻസിയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആക്ച്വലി അമേരിക്കയുടെ നാസയിൽ 1998 എന്നാണ് മനസ്സിലാക്കുന്നത്, ശരിയാണോ? 98 ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാസയിൽ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങിന് വിധേയമാവുകയും 2006 ഡിസംബർ 9 ബഹിരാകാശ പേടകമായിട്ടുള്ള ഡിസ്കവറി അതിൽ തുടക്കമിടുകയാണ്. അത് STS-16 എന്നാണ് പറയുന്നത്. അതിനുശേഷം എക്സ്പെഡിഷൻ 14, എക്സ്പെഡിഷൻ 15, STS-117 ഇങ്ങനെ പലതരത്തിലുള്ള ദൗത്യങ്ങൾ ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഒരു ടെസ്റ്റ് പൈലറ്റ് ആണ്. പിന്നെ ഇദ്ദേഹം സ്പേസിൽ നേരത്തെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു മെയിൻ കമാൻഡർ ആയിട്ടൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജ ആയ സെക്കൻഡ് പേഴ്സൺ ആണ്. നേരത്തെ നമുക്കറിയാം കൽപ്പന ചൗള എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്പേസിൽ പോയിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്താണ് ആക്ച്വലി പേടകം പൊട്ടിച്ചെത്തുകയും അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം രണ്ടാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇദ്ദേഹം മറ്റ് റാങ്കുകളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോഴും മുമ്പിലുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ബഹിരാകാശത്ത് ചെലവിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 194 ഡേയ്സും 18 അവറും 20 മിനിറ്റും ആണ് കേട്ടോ. അതായത് ഈ സ്പേസ് വാക്ക് എന്നൊക്കെ പറയുന്നത് സ്റ്റേഷന്റെ പുറത്ത് വന്നിട്ട് പലതരത്തിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള ഇതിനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് പൊതുവെ ഈ സ്പേസ് വാക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഒരു വ്യക്തിയുമാണ്, ഒരു വനിതയുമാണ് ആക്ച്വലി സുനിത വില്യംസ്. എന്തായാലും സുനിത വില്യംസ് തീർച്ചയായിട്ടും ഇനി വരുന്ന ജനറേഷൻ ആയാലും ഇപ്പോൾ ഉള്ള ജനറേഷൻ ആയാലും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചൊവ്വാദോഷം, തിങ്കളദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള ചൊവ്വയിലേക്കും ഇല്ലെങ്കിൽ
സ്പേസിലേക്കും ചന്ദ്രനിലേക്കും എത്തിപ്പെടാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി കുട്ടികൾ തിരിച്ചറിയുക. അതിനൊരു എക്സാമ്പിളാണ് ആക്ച്വലി സുനിത വില്യംസ്. സോ അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്ക് വളരേണ്ടത് ശാസ്ത്രബോധമാണ്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയാലും, നിങ്ങൾ കാണുന്ന TV ആയാലും, നിങ്ങൾ ഓടിക്കുന്ന വാഹനം, ബൈക്കോ കാറോ എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്ന മൈക്കായാൽ പോലും, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, ടേബിൾ, ഇങ്ങനെ ഇപ്പൊ ഡ്രസ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റും, മാല, ഇതെല്ലാം തന്നെ രൂപപ്പെട്ടത് ശാസ്ത്രം കൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്ര ലോകത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ട് പഴഞ്ചനായിട്ടുള്ള ചില ആരോ നമ്മുടെ തലയിലേക്ക് കുത്തിവെച്ച കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓരോരുത്തർക്കും. സോ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ശാസ്ത്രബോധം വളരെ കുറഞ്ഞു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം ഈ പഴഞ്ചൻ ചിന്താഗതികൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ല. ശാസ്ത്രം മുമ്പോട്ടാണ് നമ്മളെ എല്ലാവരെയും തന്നെ പഠിപ്പിക്കുന്നത്, മീൻസ് മുമ്പോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ അത്തരത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചം ഒരിക്കലും ബാക്കോട്ട് തിരിച്ചു പോവില്ല. മാറ്റത്തിന്റെ അടയാളമാണ് ഈ പ്രപഞ്ചം. അവിടെയുള്ള ഒരു ജീവിയാണ് നമ്മൾ. സോ നമുക്കും മുമ്പോട്ടുള്ള ഒരു മാറ്റമേ ഉള്ളൂ. നമ്മൾ ഇനി വീണ്ടും ബാക്കോട്ട് കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ടും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. കാരണം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് പഴഞ്ചൻ ആശയങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ഫാക്ടറിയിലെ ജോലിക്കാരെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതൊക്കെ മാറിയിട്ട് ഒരു ജനാധിപത്യ ബോധത്തിലുള്ള പൗരന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ വരണം എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മളെല്ലാവരും യൂണിക്കാണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് കൃത്യമായിട്ട് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാലേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രലോകത്തിലാണ് എന്നുള്ളതാണ്. കാരണം AI ഓൾസോ കമ്മിങ്. സോ അതിനനുസരിച്ച് നമ്മളെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒറ്റ വഴി എന്ന് പറയുന്നത്. കാരണം ലോകം അങ്ങനെയാണ് എന്നുള്ളതാണ്. ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് വി കനോട്ട് ചേഞ്ച്. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലും ഇതിനു മുമ്പ് സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സയന്റിസ്റ്റുകൾ ഉണ്ട്, ഇനിയും ഉണ്ടാകും. കാരണം അത്തരത്തിലുള്ള ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സെറ്റപ്പാണ് നമുക്ക് വരുത്താനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാരും പുറത്തു പോയിട്ടൊക്കെയാണ് പലപ്പോഴും പല കമ്പനികൾക്കും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്കും ഇത്തരത്തിലുള്ളൊരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. സോ നമുക്ക് കാത്തിരിക്കാം. കാരണം നമ്മളും ഈ പ്രപഞ്ചത്തിലാണ് എന്നുള്ളതാണ്. എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പുതിയ വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു ഗൈസ്.